തിരഞ്ഞെടുപ്പിന് 5 നാൾ ബാക്കി നിൽക്കെ പാലക്കാട് പ്രചാരണവും വിവാദങ്ങളും പൊടിപൊടിക്കുകയാണ്. അതിപ്പോൾ 5 നാൾ മുന്നേ അല്ലല്ലോ, നേരത്തെ ഉണ്ടല്ലോ അല്ലേ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് എത്തും. ഇന്നും നാളെയുമായി 6 പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇതിനിടെ ഇരട്ട വോട്ട് ആരോപണത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം BLOമാർ ഇരട്ട വോട്ടുള്ളവരുടെ പട്ടിക തയ്യാറാക്കി തുടങ്ങി. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ പാലക്കാട് വിവാദങ്ങളൊന്നും ഒഴിയുന്നേ ഇല്ല. ഈ ഇരട്ട വോട്ട് വിവാദമൊക്കെ എങ്ങനെയാണ് ഈ മറികടക്കുക? BLOമാരുടെ യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് സ്റ്റെഫിൻ? മോത്തി, ഏതായാലും ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള പരാതികൾ പരസ്പരം മുന്നണികളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ആണ്, അല്ലെങ്കിൽ ഇരട്ട വോട്ട് കണ്ടുപിടിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം എത്തി നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് തന്നെയാണ്. ആ വരവിന് വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അറിയാം, നമുക്ക് ഓരോ മുന്നണികൾക്കും പ്രതിസന്ധിയായി പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ വന്നു. അതോടൊപ്പം CPM-നെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന വിവാദമായിരുന്നു ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കള്ളപ്പണം ഉണ്ട് എന്ന് ആരോപിക്കുമ്പോഴും അതിൽ സാധൂകരിക്കുന്നതിന് വേണ്ടിയോ അത് തെളിയിക്കുന്നതിന് വേണ്ടിയോ കൃത്യമായി തന്നെ CPM-ന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് ഏറെ പ്രധാനം. മുഖ്യമന്ത്രി എന്ത് ഉയർത്തിക്കാട്ടി ഇന്ന് പ്രചാരണത്തിൽ കത്തിക്കയറുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത്. ഇന്ന് 3 പൊതുപരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. 11 മണിക്കും അതോടൊപ്പം തന്നെ മറ്റ് 2 പരിപാടികൾ വൈകിട്ട് 5-നും 6-നുമാണ്. നാളെയും അദ്ദേഹം പാലക്കാട് തന്നെ തുടരും. അതിനുശേഷം വീണ്ടും പോകുന്നത് കൊട്ടിക്കലാശ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഉള്ള മറുപടികൾ പ്രതിപക്ഷ നേതാവിൻ്റെയോ അല്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും പാലക്കാട് ഇങ്ങനെ ഈ വാർത്താ പ്രാധാന്യത്തോടു കൂടി തിരഞ്ഞെടുപ്പ് രംഗത്ത് കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കള്ളപ്പണമാരോപണത്തിൽ, കള്ളവോട്ടിൻ്റെ ആരോപണത്തിൽ, ട്രോളി ബാഗുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ അതടക്കമുള്ള പല രാഷ്ട്രീയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്.